എറണാകുളം ജില്ലയിലെ കോതമംഗലം ബേതേൽ ബാപ്റ്റിസ്റ്റ് സഭാംഗമാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് സങ്കീർത്തനങ്ങൾ 54 അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം. 54 സങ്കീർത്തനം ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനമാണ്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസഘട്ടങ്ങളിലും താൻ രചിച്ച ഒരു സങ്കീർത്തനമാണ് 54 സങ്കീർത്തനം. 54 സങ്കീർത്തനത്തിൽ നാം പഠിക്കുന്ന കാര്യം, പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു ദൈവഭക്തൻ എങ്ങനെ പ്രതികരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ നേരിടണം എന്ന് ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായി സാധിക്കും. ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ താൻ ഇസ്രായേലിന്റെ രാജാവായ ശൗലിന്റെ ശത്രുത്വം വാങ്ങുകയും അതിന്റെ ഫലമായി തനിക്ക് ജീവഹാനി വരെ സംഭവിക്കേണ്ട അവസ്ഥയിലൂടെ കിടന്നു പോകേണ്ടി വന്നു. കാട്ടിലും മേട്ടിലും മരുഭൂമിയിലും ഒക്കെ ദാവീദിന് ഒളിച്ചിരിക്കേണ്ടിയും വന്നു. എന്നാൽ ഈ സമയത്തും തന്നെ ചതിക്കാനായി, ഒറ്റുകൊടുക്കാനായി ഒരാളുണ്ട് എന്ന കാര്യമാണ്. ചതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് താങ്ങാനാകാത്ത ഒരു സംഭവമാണ്. ആ സമയത്ത് ദാവീദ് ഒരു ധ്യാനം പോലെ എഴുതിയ സങ്കീർത്തനമാണ് 54 സങ്കീർത്തനം. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്ന കാര്യം, ഒരു ദൈവ പൈതൽ തന്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്നാണ്. 54 സങ്കീർത്തനത്തില് ഒന്നാമതായി നാം കാണുന്നത് തന്റെ രക്ഷ ദൈവത്തിന്റെ കയ്യിലാണെന്ന് ദാവീദ് വിശ്വസിച്ചു. അതേപോലെ നമ്മളും നമ്മുടെ രക്ഷ ദൈവത്തിന്റെ കയ്യിലാണെന്ന് വിശ്വസിച്ച് ഏത് പ്രതിസന്ധിയിലും പ്രയാസഘട്ടത്തിലും ദൈവം നമ്മെ രക്ഷിക്കാൻ പ്രാപ്തനാണെന്ന് നാം വിശ്വസിക്കണം. രണ്ടാമതായി നമ്മൾ കാണുന്നത്, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. ദാവീദിന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, എന്നാൽ അവരോട് ആരോടും സഹായം ചോദിക്കാതെ, കാരണം അവൻ അറിയാമായിരുന്നു അവന്റെ കൂടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ടെന്ന്. അതേപോലെ തന്നെ നമ്മളും പ്രതിസന്ധികൾ വരുമ്പോൾ പതർന്നു നിൽക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരണം. മൂന്നാമതായി നമ്മൾ കാണുന്നത്, ദൈവം നമ്മുടെ സഹായകനാണ്. ഇപ്പോൾ ദാവീദിന്റെ ശത്രു എന്ന് പറയുന്നത് ശൗൽ രാജാവാണ്. എല്ലാവരാലും കൈവിടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ദാവീദ് അതൊന്നും ചിന്തിക്കാതെ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അവൻ അറിയാമായിരുന്നു, അവൻ ഏത് പ്രതിസന്ധിയിൽ പെട്ടാലും ദൈവം അവനെ സഹായിക്കാൻ പ്രാപ്തനാണെന്ന്. അപ്പോൾ ദാവീദ് തിരിച്ചറിഞ്ഞതുപോലെ നമ്മളും തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവാം, റിലേറ്റീവ്സ് ഉണ്ടാകാം. ആ സമയത്തും അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റാത്ത കെണികളിൽ നിന്നും, കുഴികളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും നമ്മുടെ ദൈവമായ കർത്താവിന് നമ്മെ രക്ഷിക്കാനും കരകയറ്റാനുമായി സാധിക്കും. നമ്മളപ്പോൾ അവസാന വാക്യത്തിലോട്ട് കിടക്കുമ്പോൾ, നിന്റെ വിശ്വസ്തതയാൽ അവരെ സംഹരിച്ച് കളയണമേ. ദാവീദിന് രാജാവിനെ കൊല്ലാൻ അവസരം ലഭിച്ചിട്ടും അവൻ അതൊന്നും ചെയ്യാതെ ദൈവത്തിന് പ്രതികാരം വീട്ടാനുള്ള അവസരം കൊടുത്തു. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് അതിനുള്ള അവസരം കൊടുക്കണം. അപ്പോൾ നമ്മൾ ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ, ഒരു ദൈവ പൈതൽ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നാണ്. ഒന്നാമതായി, രക്ഷിക്കുന്ന ദൈവം, പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം, നമ്മുടെ ശത്രുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദൈവം ഒക്കെ നമ്മുടെ ദൈവത്തിന്റെ സവിശേഷതകളാണെന്ന് നാം തിരിച്ചറിയണം. ഇങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ ദാവീദിന്റെ ജീവിതത്തിൽ ലഭിച്ച സ്തുതികളും അനുഗ്രഹങ്ങളും പോലെ നമ്മുടെ ജീവിതത്തിലും കിട്ടുകയും നമ്മളും ദൈവമക്കളായി തീരുകയും ചെയ്യുകയും നമ്മൾ ഏത് പ്രതിസന്ധിയിലും പെട്ടാലും സ്വർഗസ്നായ പിതാവായ കർത്താവ് നമ്മളെ രക്ഷിക്കുകയും നമ്മുടെ അനുഗ്രഹങ്ങൾ കേൾക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യും. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ ശത്രുക്കൾക്കെതിരെ പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യും. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മളെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാൻ പറ്റുമെന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.